ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പരിപ്പും സാമ്പാർ ചീരയും വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗൾ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകി നല്ലോണം കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ കുക്കർ വെച്ചപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിന് നമുക്കിനി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത്. ഇനി ഇതിലേക്ക് ഞാനൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, പച്ചമുളക് തന്നെയാണ് ചേർക്കണത്. അപ്പം എരിവിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ചേർത്തിരിക്കും. ഇനി നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് കുക്കർ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിലായിരുന്നു കൊണ്ടേക്ക്. പരിപ്പും ചീരയും കറി വെക്കാൻ വേണ്ടി ഞാൻ ഈ ചീര എടുത്തിട്ടുള്ളത് സാമ്പാർ ചീര എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന് ഇതേപോലത്തെ ഒരു പൂവുണ്ട്. ഇതൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇല നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. നമ്മൾ പരിപ്പ് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പം ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. വലിയൊരു മുറി തേങ്ങയാണ്, അത് പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കുന്നതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പാർ ചീര ഇട്ട് കൊടുക്കുക. ഇതൊരു കൊഴുപ്പ് ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. നല്ല കൊഴുപ്പുള്ളൊരു ചീരയാണിത്. പിന്നെ ഒരു ചെറുതായിട്ട് ഒരു പുളി രസം ഉണ്ടാവും. അതാണ് ഞാൻ തക്കാളി ചേർത്തിട്ടില്ല. ഇനി ഞാൻ കുക്കർ മൂടി വെക്കണില്ല, മൂടി വെക്കാണ്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് വെന്ത് കിട്ടണതല്ലേ ചീര അല്ലേ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നത് വേവിച്ചെടുക്കാം. കുക്കർ മൂടാണ്ട് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പൊ ചീരയും പരിപ്പൊക്കെ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ചീരൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിച്ചു കൊടുക്കും. ഇനി വല്ലാണ്ടിട്ട് തിളപ്പിക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി നമുക്ക് കൊടുക്കുക. അപ്പം അത് തേങ്ങയും ആ അരപ്പൊന്ന് വെന്ത് കിട്ടിക്കോളും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തിളക്കുകയും ചെയ്യും, ഇത് പിരിയാൻ സാധ്യത ഉണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുമൂലം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനെടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് തള വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് താളിച്ച് വയ്ക്കാം. കറി താളിച്ച് വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയും ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്, സാമ്പാർ ചീര. എന്നാൽ മിക്ക വീടുകളിലും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് അത്. ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വേപ്പില ഉണ്ടാക്കുന്നതാണ്, ഇപ്പൊ ചീരല്ല, കാരണം ഞാൻ ഇടുന്നില്ല. എന്നിട്ടത് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത്ര ഉള്ളു പരിപാടി. സിമ്പിൾ അല്ലേ ചെയ്യാൻ. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പരിപ്പ്
സാമ്പാർ ചീരയും വെച്ചിട്ടുള്ള കറിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.